ഹായ് ഹലോ, ഇന്ന് ചീരയും ചക്കക്കുരുവും തോരനായാലോ? ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണണം. സൂപ്പറാണ്. അങ്ങനെ ഒരു പിടി ചീര ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സവോള, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ചക്കക്കുരു. പിന്നെ നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 2 അല്ലിയോളം വെളുത്തുള്ളി, 4-5 ചുമന്നുള്ളി, പിന്നെ കടു താളിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂണോളം നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്. ഇത്രയുമാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ചേരുവകൾ. അങ്ങനെ ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയും ചൂടായതിന് ശേഷം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ. ഈ ഉഴുന്നുപരിപ്പ് നമ്മൾ ഈ തോരനൊക്കെ ഇട്ടുന്നത് വളരെ ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഏത് തോരൻ വെച്ചാലും ഞാൻ ഉഴുന്നുപരിപ്പ് ഇടാറുണ്ട്. ഉണ്ടെങ്കിൽ ഇടും കേട്ടോ. പിന്നെ ഇതേ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറിവേപ്പിലയല്ല, കുറച്ച് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും കൂടി ഇട്ട് കടുക് താളിച്ചാൽ നല്ലതാണ് കേട്ടോ. കടുക് താളിക്കുന്നത് ഏറ്റവും സൂപ്പറാണ്. തോരന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടത്തതേ ഉള്ളൂ. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചീരയെല്ലാം അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. ചീരയെ പറ്റി പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ചീരയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കാരണം ലോ ഫ്ലെയിമിലല്ലേ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ വേഗം അനുസരിച്ച് മാത്രം നമ്മൾ വിസിൽ കേൾപ്പിച്ചാൽ മതി. ഞാൻ 2 വിസിലാണ് കേൾപ്പിച്ചേക്കുന്നത്. പിന്നീട് നമ്മൾ ഈ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചീരയും ഏകദേശം ആവിയിലിരുന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ഇട്ട് ചതച്ച് ആ വെന്തിരിക്കുന്ന ചീരയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമായി കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പും ഇട്ട് കൊടുത്തു. വെന്തിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടകരമായ ചക്കക്കുരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ്.